ഹേ ഗായ്സ്, അപ്പോൾ ഞാനിന്ന് ഫ്ലിപ്കാർട്ട് ഹോളുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ക്രോപ്പ് ടോപ്പും ഒരു കുർത്തിയാണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. ഒരു മൂവ് ഷെയ്ഡിലുള്ള എൻ്റെ ഫേവറേറ്റ് ഷെയ്ഡാണ് കേട്ടോ ഈ മൂവ് ഷെയ്ഡ്. അതിലുള്ള ഒരു ക്രോപ്പ് ടോപ്പുമാണ് വാങ്ങിച്ചിട്ടുള്ളത്. നമുക്ക് സ്കേർട്ടിൻ്റെ കൂടെയും ജീൻസിൻ്റെ കൂടെയും ഒക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ടോപ്പാണേ. പെട്ടെന്നൊന്ന് പുറത്ത് പോകണമെങ്കിൽ സിമ്പിളായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റിയതും കോളേജ് ഗോയിങ് ആയിട്ടുള്ള സ്റ്റുഡൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ തരത്തിലുള്ള ടോപ്പാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു പ്രൈസിന് ഇത് വർത്തായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു ഓവർ സൈസ് ടോപ്പ് നോക്കുകയാണെങ്കിൽ ഇത് ബെസ്റ്റാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. പക്ഷേ സ്റ്റിച്ചിങ് അത്ര അങ്ങ് സുഖം തോന്നിയിട്ടില്ല. അത്യാവശ്യം റിവ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ള ടോപ്പാണ്. ഞാനിത് വാങ്ങിയത് 315-നാണ്. അത് എനിക്ക് വർത്തായിട്ടാണ് തോന്നിയത്. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ വാങ്ങിയത് ഒരു വൈറ്റ് കുർത്തിയാണ് കേട്ടോ. നല്ല എംബ്രോയിഡറി ഒക്കെ ഉള്ളത് ഇതാണ്. ഇതും അത്യാവശ്യം നല്ല റിവ്യൂസ് ഉള്ളൊരു കുർത്തിയാണ് കേട്ടോ. ഇതിൻ്റെ യോക്ക് പോർഷനിലുള്ള എംബ്രോയിഡറി വർക്ക് കാണാൻ നല്ല കിടിലാണേ. ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ പീച്ചും ഡെനിം ബ്ലൂവും വരുന്ന ഒരു കോമ്പിനേഷനാണ് കേട്ടോ ഇതിൻ്റെ കളറ്. ഇതിൻ്റെ യോക്ക് പോർഷനുള്ള വർക്കിൽ കൊടുത്തിട്ടുള്ളത് ഒറിജിനൽ മിറർ അല്ല കേട്ടോ, പക്ഷേ ഇത് കാണാൻ നല്ല രസമുണ്ട്. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ ആണ്, ലൈനിങ് ഒന്നുമില്ല, അതിൻ്റെ ഒരു ക്വാളിറ്റിയേ ഉള്ളൂ. അപ്പോൾ ഇത് 315-നാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അത്യാവശ്യം വർത്തിയായിട്ട് എനിക്ക് തോന്നി. ഈ ഒരു വർക്കൊക്കെ കണ്ടിട്ട് സീക്വൻസ് വർക്കും മിറർ വർക്കും പിന്നെ ആ ത്രെഡ് വർക്കും ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഇത്തരം വൈറ്റ് കുർത്തീസിൻ്റെ കൂടെ ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള ജുംകാസ് പെയർ ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി നല്ലത് കേട്ടോ. പിന്നെ കുറേ പേര് ഇങ്ങനത്തെ കുർത്തീസൊക്കെ ലെഗിൻസിൻ്റെ കൂടെ പെയർ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതിനെക്കാട്ടി കുറച്ചുകൂടി ബെറ്റർ ഡെനിം ജീൻസിൻ്റെ കൂടെ പെയർ ചെയ്യുന്നതാണ്. ചെറിയൊരു ഡാമേജ് ഉണ്ടായിരുന്നു. അതിൻ്റെ സ്ലീവിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ഡീറ്റെയിലിങ് ചെറുതായിട്ടൊന്ന് ഇളകിയിട്ടുണ്ട്. ഈ ഒരു ഡാമേജ് അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ. നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ അത് ഒട്ടിച്ചൊന്ന് വെക്കാം. ഭയങ്കര ലോങ് ലാസ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം കുറച്ച് തിന്നായിട്ടുള്ള ക്ലോത്താണ്. ചെറിയൊരു കെയർ കൊടുത്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് നാൾ ലോങ് ലാസ്റ്റ് ചെയ്യും. അപ്പോൾ ടെമ്പിൾ വിസിറ്റിനും ചെറിയ ചെറിയ ഫങ്ഷൻസിനൊക്കെ ഇത് പെർഫെക്റ്റ് ലുക്ക് ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും കണ്ടതല്ലേ, ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. സോ ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ സി യു, ബൈ.